ജിത്തു മാധവൻ റൈറ്റ് ചെയ്ത് നവാഗതനായ ശ്രീജിത്ത് ബാബു സംവിധാനം ചെയ്തിട്ടുള്ള ഒരു കോമഡി എന്റർടൈനർ ജോണർ മൂവിയാണ് പൈങ്കിളി എന്ന് പറയുന്നത്. ഈ ഒരു സിനിമ കുറച്ച് ലൗഡാണ്, കുറച്ച് ഓവറാണ്. അതിന്റെ ഓൾസോ ഒരുപാട് ക്രിഞ്ച് എലമെന്റ്സുകളും പല സിനിമകളുടെ ഡയലോഗ്സുകളുടെയും പല സിനിമകളുടെ സീൻസിനൊക്കെ റെഫറൻസസ് ഒക്കെ വെച്ചുകൊണ്ടാണ് സിനിമ മേക്ക് ചെയ്തിരിക്കുന്നത്. സോ അത്തരത്തിലുള്ള ഒരു മൂവിയാണിത്. സോ ഒരു റിയലിസ്റ്റിക് പരിപാടികളൊന്നും തന്നെയല്ല. അതുകൊണ്ട് എല്ലാവർക്കും ഈ ഒരു സിനിമ വർക്ക് ആവണമെന്നും നിർബന്ധമില്ല. എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് നല്ല രീതിയിൽ വർക്കായിട്ടില്ല. ഞാൻ ഒരുപാട് എൻജോയ് ചെയ്ത് ഒരുപാട് ചിരിച്ച് ഉല്ലസിച്ച് കണ്ടിട്ടുള്ള മൂവി ആയിട്ടാണ് പൈങ്കിളി എന്ന് പറഞ്ഞ സിനിമ അനുഭവപ്പെട്ടിട്ടുണ്ടായിരുന്നത്. സജിൻ ഗോപുവിന്റെ ഞെട്ടിക്കുന്ന ഒരു പെർഫോമൻസ് ഈ ഒരു സിനിമയിലൂടെ കാണാനായിട്ട് സാധിക്കും. ഒരു അഴിഞ്ഞാട്ടം എന്ന് വേണമെങ്കിൽ പറയാം. സജിൻ ഗോപുവിനെ കൂടാതെ തന്നെ റോഷൻ ഷാനവാസ്, ചന്തു, ജിസ്മ, അനശ്വര, റിയാസ് ഖാൻ, അബു സലീം എന്നിവരുടെ പ്രകടനങ്ങളും ഗംഭീരമായിട്ട് തന്നെ വന്നിട്ടുണ്ടായിരുന്നു. ഈ ഒരു സിനിമയിലെ പല സീനുകളെയും പല സിറ്റുവേഷനെയും എലവേറ്റ് ചെയ്യുന്നതിൽ വലിയൊരു പങ്ക് ജസ്റ്റിൻ വർഗീസിന്റെ മ്യൂസിക്കിനും ഉണ്ടായിരുന്നു എന്ന് വേണം പറയാനായിട്ട്. 8ഓളം സോങ്സ് ഈ ഒരു സിനിമയിലോട്ടുണ്ടായിരുന്നു. സോ ടോട്ടാലിറ്റി നോക്കുമ്പോൾ ചിരിച്ച് കണ്ട് എൻജോയ് ചെയ്യാൻ പറ്റുന്ന നല്ല ഒരു എന്റർടൈനർ മൂവി ആയിട്ടാണ് പൈങ്കിളി എന്ന് പറഞ്ഞ സിനിമ അനുഭവപ്പെട്ടിട്ടുണ്ടായിരുന്നത്.